ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച, അതിനോടൊപ്പം തന്നെ അഭിജിത്ത് നക്ഷത്ര ദിവസം, കൂടാതെ ഉത്രാടം ഓണം ദിവസം കൂടിയാണ്. ഇന്ന് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഇന്നു രാത്രി 11:56 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഏതൊരു സമയം കിട്ടുമ്പോഴും ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം ജപിച്ചു നോക്കാം. ഈ മന്ത്രം ജപിക്കുന്നതിന് പീരിയഡ്സോ പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മനസ്സിൽ കുബേര ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം വെറും 21 പ്രാവശ്യം ചൊല്ലിയാൽ മതി. കുബേര ഭഗവാൻ സമ്പത്തിൻ്റെ അധിപനായിട്ടാണ് അറിയപ്പെടുന്നത്. കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെ കുബേര ഭഗവാനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുപ്പതി ഭഗവാന്റെ വിവാഹത്തിന് പണം കടമായി കൊടുത്ത് സഹായിച്ച ഒരു ദേവൻ കൂടിയാണ് കുബേര ഭഗവാനായിട്ട് അറിയപ്പെടുന്നത്. ശരിക്കും കുബേരൻ ഒരു ദേവനല്ല, പകരം ഒരു യക്ഷ രാജാവാണ്. അതായത് ലങ്കാധിപതിയായ രാവണന്റെ അർദ്ധ സഹോദരനാണ് കുബേരൻ. തൻ്റെ സഹോദരനാൽ നാടുകടത്തപ്പെട്ടതിനു ശേഷം തൻ്റെ സ്വത്തുക്കളും അതുപോലെ തന്നെ തൻ്റെ രാജ്യവും ഞാൻ ഉപേക്ഷിച്ചു വന്നു എന്ന ആ ഒരു വിഷമത്തിൽ ശിവഭഗവാന്റെ അതീത ശിവഭക്തനായിരുന്നു കുബേരൻ. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി എന്തു വരമാണ് വേണ്ടത് എന്ന് ശിവഭഗവാൻ ചോദിച്ചപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട രാജ്യവും അതുപോലെ തന്നെ ധനവും സമ്പത്തും എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ അതിനൊരു വഴിയായി പറഞ്ഞു കൊടുക്കുന്നതാണ് ലക്ഷ്മി കുബേര പൂജ. മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ കുബേരന് ആവശ്യമായ പണവും സമ്പത്തും രാജ്യവും എല്ലാം തിരിച്ചു പിടിക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. അതുപ്രകാരം കുബേരൻ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ദീപാവലി സമയത്ത് ധൻതെരാസ് ദിവസത്തിൽ ലക്ഷ്മി കുബേര പൂജ ചെയ്ത് പ്രാർത്ഥിക്കുകയും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി കുബേരന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇതേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായി കരുതപ്പെടുന്ന വെങ്കടാചലപതിയുടെ വിവാഹത്തിന് കുബേരൻ പണം കടമായി കൊടുത്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ശിവഭഗവാനാലും ലക്ഷ്മി ദേവിയാലും അതുപോലെ തന്നെ വെങ്കടാചലപതിയാലും അനുഗ്രഹം നേടിയതിനു ശേഷമാണ് നമ്മളെല്ലാവരും കുബേരനെ ഇപ്പോൾ കുബേര ഭഗവാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ച ദിവസം. കുബേരനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക തടസ്സങ്ങളും ഇല്ലാതാകും. കാരണം വിഷ്ണുപത്നിയായ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ കുബേര ഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവോ അവിടെ ഐശ്വര്യമുണ്ടാകും, സമ്പത്തുണ്ടാകും, ധനമുണ്ടാകും, സ്വത്തുണ്ടാകും. ഇങ്ങനെ എല്ലാം തന്നെ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് കുബേര വഴിപാടുകളെക്കുറിച്ച് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്നത് വെങ്കടാചലപതിയുടെയും അതുപോലെ തന്നെ കുബേര ഭഗവാന്റെയും പ്രിയപ്പെട്ട ഒരു ദിവസമായ വ്യാഴാഴ്ച രാത്രി 11:56 എന്തുകൊണ്ടാണ് 11:56 എന്ന് പറയുന്നത് എന്നാൽ അഭിജിത്ത് നക്ഷത്രം അവസാനിക്കുന്ന ഒരു സമയമാണ് 11:56. ഈ ഒരു സമയത്തിനുള്ളിൽ 21 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാകുന്നതാണ്. എത്ര തുക നമുക്ക് ആവശ്യമാണോ അത് ആദ്യം മനസ്സിൽ കരുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് എപ്പോൾ സമയം കിട്ടുന്നുവോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേയോ, അതുമല്ല നമുക്ക് ഇടയിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണുകൾ അടച്ച് കുബേര ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ വെങ്കടാചലപതി ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇതൊരു മന്ത്രം എന്ന് പറയുന്നതിനേക്കാൾ ഒറ്റവരി തിരുനാമം എന്ന് തന്നെ പറയാം. ഭഗവാന്റെ മറുപേരുകളെയാണ് തിരുനാമം എന്ന് പറയുന്നത്. തിരുനാമം പറയുവാൻ ആർക്കും യാതൊരു വിധത്തിലുള്ള ഒരു തടസ്സവും തന്നെയില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു തിരുനാമം ജപിക്കാവുന്നതാണ്. ആ ഒരു തിരുനാമം അല്ലെങ്കിൽ ഒറ്റവരി മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: ഓം യക്ഷസായ നമ, ഓം യക്ഷസായ നമ,
ഓം യക്ഷസായ നമ എന്നുള്ള ഈ ഒരു മന്ത്രം ജപിക്കാം. ഇത് പണ്ടുകാലത്തെല്ലാം തന്നെ കുബേരനെ വഴിപാട് ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഒറ്റവരി നാമമായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ യക്ഷരാജായ നമ എന്ന് പറയുന്നുണ്ട്, കുബേരായ നമ എന്ന് പറയുന്നുണ്ട്, വൈശ്രവണായ നമ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഓം ധനാധിപതിയെ നമ എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിൽ പോലും പ്രാചീന കാലത്ത് കുബേരനെ വഴിപാട് ചെയ്യുമ്പോൾ ജപിച്ചിരുന്ന ഒരു ഒറ്റവരി നാമമാണ് ഓം യക്ഷസായ നമ എന്നുള്ള ഈ ഒരു മന്ത്രം. യക്ഷരുടെ രാജാവായാണ് കുബേരനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുബേരനെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമമാണ് ഓം യക്ഷസായ നമ എന്നുള്ള ഈ മന്ത്രം. ഇത് ഈ ഒരു ദിവസത്തിൽ മാത്രമല്ല, നമുക്ക് വ്യാഴാഴ്ചകൾ തോറും കുബേരകാലം എന്നറിയപ്പെടുന്ന വൈകുന്നേരം 5 മണി മുതൽക്ക് 6 മണി വരെയുള്ള സമയത്ത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ കുബേര ഭഗവാന്റെ പടം അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ അവിടെ ഒരു നെയ് ദീപം തെളിയിച്ചുകൊണ്ട് കുബേര ഭഗവാന് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് നമ്മളെ കൊണ്ടാകുന്ന നൈവേദ്യം സമർപ്പിച്ചതിനു ശേഷം താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ ഒരു തുണിയോ മനപ്പലകയോ വിരിച്ച് അവിടെ ഇരിക്കുക. ഇനി അഥവാ അതിനു സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ആദ്യം വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ ഈ ഒരു മന്ത്രം 1008 പ്രാവശ്യം എല്ലാ വ്യാഴാഴ്ചകളിലും ജപിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ, എത്ര കോടി രൂപ കടമുണ്ടെങ്കിലും ആ കടം ഇല്ലാതാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും. കുബേര ഭഗവാന്റെ അനുഗ്രഹമുള്ള ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുബേരനെ പ്രീതിപ്പെടുത്തിയാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായും ഉണ്ടാകും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കുബേര ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരുടെ അനുഗ്രഹം ഉണ്ടാകും? സാക്ഷാൽ വെങ്കടാചലപതിയുടെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള കുബേര ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു തിരുനാമമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. സാധിക്കുമെങ്കിൽ ദിവസവും നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു മന്ത്രം ജപിക്കാം. അതിന് സാധിക്കാത്തവർ വ്യാഴാഴ്ചകൾ ജപിച്ചു പ്രാർത്ഥിക്കാം. ഇനി അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി 11:56 മറക്കാതെ നിങ്ങൾ 21 പ്രാവശ്യമെങ്കിലും ഈ ഒരു തിരുനാമം ജപിച്ചു നോക്കുക. തീർച്ചയായും ഫലം നമ്മളെ തേടി വരും. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ തുക നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത തിരുനാമം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഓം യക്ഷസായ നമ എന്നുള്ള ഈ മന്ത്രം. ജപിച്ചു നോക്കൂ, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. കൂടാതെ ഇന്ന് അഭിജിത്ത് നക്ഷത്രമാണ്. ഇന്നത്തെ അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ചും അതിൻ്റെ വഴിപാട് രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ ആ സമയം എപ്പോഴാണ് വരുന്നത്, ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നെല്ലാം തന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇന്ന് മറക്കാതെ മാസത്തിൽ ഒരു തവണ മാത്രം വരുന്ന അഭിജിത്ത് നക്ഷത്ര വഴിപാട് ചെയ്ത് നമ്മുടെ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാനും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.